എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡാണ്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് റേസ് ഇങ്ങനെ വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ റേസിനെ കണ്ടിട്ടാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വയലറ്റ് മാഡൊക്കെ ആണെങ്കിൽ ഫ്രാൻസിസ്കോനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവരെ കൊന്നതല്ലോ, പിന്നെ എങ്ങനെയും ഇവിടെ വന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സംഭവവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ എയ്സ് അവളോട് പറയുന്നുണ്ടായിരുന്നു, നിനക്കറിയില്ല ലെക്സ് എന്ന് പറഞ്ഞിട്ട് ആ സാമന്തേനെ പ്രേമിച്ച ഈ ലെക്സാണ് ഈ റേസ് എന്നുള്ള കാര്യം. അവനാണെങ്കിൽ മരിച്ചിട്ടില്ലായിരുന്നു, ആ ലെക്സാണ് ഈ റേസ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം. കൂടാതെ ഇവൻ എൻ്റെ ചേട്ടനാണെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നീ എന്താണ് എന്നോട് പറയാത്തത് എന്നുള്ളത് നമ്മുടെ സെയിന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഒറ്റ കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുള്ളൂ, ഇവൻ്റെ ചേട്ടനാന്നുള്ള കാര്യം. അങ്ങനെ ആ രീതിയിലൊക്കെ ഒരു പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ റേസ് പറയുന്നുണ്ടായിരുന്നു, അന്ന് നിങ്ങൾ എന്നെ കൊല്ലാതെ വിട്ടത് വളരെ മോശമായി പോയി, ഇന്ന് ഈ ഒരു റിവഞ്ചും കാര്യത്തിനൊക്കെ വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയേ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അവനാണെങ്കിൽ അവിടെ ഇങ്ങനെ മരിച്ച് ആ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ണിലാണെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, പുതിയ ഡോക്ടർ ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ വയലറ്റ് മാഡത്തൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഡോക്ടർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റേസ് ആണെങ്കിൽ അവരോട് പറയുന്നുണ്ടായിരുന്നു. നീ അപ്പം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് ഇപ്പം രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ വയലറ്റ് മാഡം സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ റേസ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ വയലറ്റ് മാഡം പറയുന്നുണ്ടായിരുന്നു, ഗ്യാങ്സ് അവനെ പോയിട്ട് പിടിക്കുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ഹെൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും, ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങും ഡേവിൽ ഗോഡ് വാരിയേഴ്സും എല്ലാ സ്റ്റുഡൻസും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇവരെ നേരിടാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അതിലാണെങ്കിൽ നിക്കി, നാസർ റുമിയ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ആ ഒരു സമയത്ത് ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ഫ്രാൻസിസ്കോനെ വയലറ്റ് മാഡത്തെ അവിടെ നിന്നിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ എയ്സും റേസും നല്ല സേഫായിട്ട് എല്ലാ രീതിയിലും ഒരുമിച്ച് പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്നിട്ട് അവർ ഫൈറ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ എയ്സിന് തീരെ വെയ്യല്ലോ. സോ നമ്മുടെ സെയിനാണെങ്കിൽ അവരങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ വന്നിട്ട് ഇവരെ നമ്മുടെ സെയിനെ മെയിനായിട്ട് ആവശ്യമില്ലല്ലോ. സോ ആ രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ മാറ്റിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന എല്ലാവരും സേഫ് അല്ലേ എന്ന രീതിയിൽ അപ്പോഴും ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഓരോരുത്തരായിട്ട്. ആ ഒരു സമയമാണെങ്കിൽ നമ്മുടെ വയലറ്റ് മാഡും ഫ്രാൻസിസ്കോയും കാർ എടുത്ത് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നാസർ ലൂമിയൊക്കെ ആണെങ്കിൽ തീരെ വയ്യ കേട്ടോ, അവൻ എന്തോ ഒരു അസുഖമോ കാര്യങ്ങളോ ഉള്ള രീതിയിലായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈവൻ ആ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സമയത്താണെങ്കിൽ നിക്ക് പറയുന്നുണ്ടായിരുന്നു, ഇനി നീ ആ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ എന്തായാലും ഷൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം ആരോ ഇവനെ നല്ല രീതിയിൽ ഉപദ്രവവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ അവിടെ ആ ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ വീഴുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടാണെങ്കിൽ നിക്കിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവർ ഒരു ടൈം പാസിനാണെങ്കിൽ ഇവരുടെ ഉള്ളിലാണെങ്കിൽ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ തിരിച്ചു വാ, നമ്മുടെ നാസർ ലൂമിയനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നാസർ ലൂമിയ മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. നാസർ ലൂമിയ ജസ്റ്റ് കണ്ണടച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചെറിയൊരു ഫ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഫ്രിഡ്സിയും അതുപോലെ തന്നെ വേറെ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അവനും കൂടെ ചേർന്നിട്ട് പോലീസിനെ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വയലറ്റ് മാഡൊക്കെ കാർ എടുത്ത് പോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരൊക്കെ വേഗം തന്നെ വിലങ്ങണിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 6 ഫ്രണ്ട്സും ഉണ്ടല്ലോ, 6 ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് കെട്ടിപ്പിടിക്കും, നിങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവർ മുന്നേ മരണപ്പെട്ടെന്ന് കരുതിയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് അത് കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയമാണെങ്കിൽ സെയിന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവ മരണപ്പെട്ടതല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ വന്നെന്നുള്ള രീതിയിൽ. അപ്പോൾ പെട്ടിട്ടില്ല, അതിന് പിന്നിൽ ചെറിയൊരു രഹസ്യമുണ്ട്, അത് വഴിയെ പറയാമെന്നുള്ള രീതിയിൽ മാറ്റ് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയം ഫ്രാൻസിസ്കോൻ്റെയും വയലറ്റ് മാഡത്തിൻ്റെ അടുത്താണെങ്കിൽ റേസും കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ വയലറ്റ് മാഡം ചോദിക്കുന്നുണ്ടായിരുന്നു അവരോട്, നിങ്ങൾ 3 ടീമും കാര്യങ്ങളും, 2 ടീമും കാര്യങ്ങളായിരിക്കും, ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങും ഡേവിൽ ഗോഡ് വാരിയേഴ്സും അല്ലേ, പിന്നെ സുപ്രീം ഒക്കെ ആയിട്ട് നിങ്ങൾ പരസ്പരം അടിയും കാര്യങ്ങളൊക്കെ അല്ലേ, പിന്നെ നിങ്ങൾ എന്താണ് ഒരുമിച്ച് ചെയ്തതെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പോൾ എയ്സ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് കരുതി ഞങ്ങൾ ശത്രുക്കളാണെന്നുള്ള രീതിയിലോ 2 ടീമാക്കി എന്നുള്ള രീതിയിലോ, പക്ഷേ ഞങ്ങൾ ഒരിക്കലും ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നല്ല, ഞങ്ങൾ ഒരുമിച്ച് മുന്നേറുകയായിരുന്നു, പോരാടുകയായിരുന്നു, പിന്നെ എങ്കിലും ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഫൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കബളിപ്പിക്കുകയായിരുന്നു. ഇതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു ടീമിലെ ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്നാണല്ലോ 2 ടീമും ഭയങ്കര അടിയും കൊലപാതകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതും വെറും ഒരു നാടകം മാത്രമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ആത്മഹത്യ ചെയ്തതായിരുന്നു, ഈ ഒരു മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു, പിന്നീട് ഞങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ പക്ക അടിപൊളിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ലിയാമിൻ്റെ ബോഡിയൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നാസർ ലൂമിയൻ്റെ ബോഡി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവന് ചെറിയ രീതിയിലുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലോ. സോ കൊണ്ടുപോകാൻ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നിക്കി പറയുന്നുണ്ടായിരുന്നു. പിന്നീട് സെയിം ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്, ഈ പ്ലാനും കാര്യങ്ങളൊക്കെ എന്താണ് എന്നോട് പറയാഞ്ഞത്. അപ്പം പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം പ്ലാനിൻ്റെ പുറകെയായിരുന്നു, പക്ഷേ നിൻ്റെ അടുത്തൊരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടും നിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യം വരുന്നുള്ള കാര്യമൊന്നും അറിയുണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല പക്വമായിട്ട് ഞങ്ങൾ ചെയ്തതാണ്, ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനാണ് പറഞ്ഞത്, റിവെഞ്ച് മാത്രം എടുത്താൽ പോരാ, എല്ലാവരും ഇവിടെ
നിന്ന് രക്ഷപ്പെടുത്താനോ കൂടാതെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ചെറിയൊരു പ്രശ്നം കൂടെ, നിന്റെ ലവിൽ ഞാൻ വീണ് പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു പ്ലാനിനെ കുറിച്ച് നിന്റെ ഫ്രണ്ട്സിനെ അറിയിച്ച റോമിനും മാറ്റിനും അറിയാവുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരു ജയിലോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ജയിൽ ഈ ഒരു ഹെഡ് യൂണിവേഴ്സിറ്റിൻ്റെ പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണെന്നുള്ള രീതിയിലുള്ള നല്ല രസകരമായിട്ടുള്ള സത്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ തുറന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എയ്സിനെ ആണെങ്കിൽ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകട്ടെ. അപ്പോൾ റേസ് ആണെങ്കിൽ നമ്മുടെ എയ്സിനാണെങ്കിൽ തീരെ വയ്യ. സോ അതുകൊണ്ട് തന്നെ അവിടെ വേഗം തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചലിക്ക് ആണെങ്കിൽ നമ്മുടെ മാറ്റിന് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ മാറ്റ് ആണെങ്കിൽ ഏഞ്ചലിക്കിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു പ്രേമം നട്ടിട്ടെന്ന് നമുക്ക് തോന്നുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ വയലറ്റ് മാഡം നല്ല രീതിയിൽ തന്നെ വയലൻ്റ് ആവുന്നുണ്ട് കേട്ടോ. കാരണം യാമിന് നമ്മുടെ ജെയിൻ്റെ ബ്ലഡോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവരാന്നുള്ളൊരു ആ ഒരു ഡിസിഷനിലായിരുന്നല്ലോ. അപ്പോൾ സാധിക്കാത്തതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവിടെ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിന് പിന്നിൽ ഞങ്ങൾ മാത്രമല്ല, അതിന് പിന്നിൽ വലിയൊരു ഗ്യാങ്ങും കാര്യങ്ങളുണ്ട്. ഞങ്ങളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്തെന്ന് വിചാരിച്ചത് ഇതിൻ്റെ പിന്നിൽ വേറെ ആരും ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഇതിനെ അനുഭവിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടെ അതോട് സാർ ഉണ്ടായിരുന്നല്ലോ, ആ സീക്രട്ട് ലാബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാറിൻ്റെ ഒപ്പമായിരുന്നു അവർ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ഓരോ രീതിയിലെ സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് പോകുന്നുണ്ടായിരുന്നു. റോക്സാന ആണെങ്കിൽ ഇവരോട് ഫ്രണ്ട് ആവുക എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടാണ് നടന്ന് പോകുന്നുണ്ടായിരുന്നത്. ഇവർക്കാണെങ്കിൽ തീരെ വയ്യ കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു ദുരൂഹമായിട്ടുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ കൂടുതലായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. നിക്കി, റോക്സാന, സെയിന് അതുപോലെ തന്നെ ഈസു ആയിരുന്നു അവൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു കാർഡ് വീഴുന്നുണ്ടായിരുന്നു, ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ഇവർക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ്റെ ഭാര്യയും കുട്ടിയും ആ ഒരു രീതിയിലുള്ള ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണെങ്കിൽ എന്തോ ഒരു പന്തികേടോ കാര്യങ്ങളോ ഇവർക്ക് മണക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇയാൾ പറയുന്നത് ഇയാളുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇയാളുടെ മകൾ മരിച്ചിട്ടുണ്ട്, സോ മരണത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിൻ്റെ ബ്ലഡോ കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ അവളെ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നിട്ട് ഇവരെ നല്ല രീതിയിൽ തന്നെ പിടിച്ചു വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിന്നെ ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ എയ്സിനെ ഷൂട്ട് ചെയ്യുന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവരാണെങ്കിൽ മറ്റേതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. കാരണം വയലറ്റ് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറെ ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ചെറിയൊരു വെടിയുണ്ടയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം നിക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കൊതറിയാൻ നോക്കുന്നുണ്ടായിരുന്നു. സോ ഗണ്ണോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നു. സോ അവളൊരു ഗണ്ണായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സൗണ്ടിൽ കേട്ടിട്ടാണ് ഇവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും എന്തൊരു സംഭവം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നത്. ഒരു സമയത്താണെങ്കിൽ സെയിനോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നിൻ്റെ എയ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ബ്ലഡ് എനിക്ക് വേണം, സോ നീ എൻ്റെ കൂടെ വന്നേ മതിയാവും, എൻ്റെ മകളെ എനിക്ക് രക്ഷപ്പെടുത്തിയേ മതിയാവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സെയിൻ നിനക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ നല്ല മാസ് എൻട്രി ആയിട്ട് തന്നെ ആലിസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെയിൻ്റെ സിസ്റ്റർ ആയിരുന്നു, ഒരു സീക്രട്ട് ഏജൻ്റ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവൾ വന്നിട്ട് കൂടാതെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫൈറ്റിൽ തോൽപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നല്ല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും പരസ്പരം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം, എല്ലാവരും തോട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ ആ ഒരു പുള്ളിക്കാരുണ്ടല്ലോ, ആ ഒരു മാസ്റ്റർ ആണെങ്കിൽ നമ്മുടെ സെയിനെ പിടിച്ചുകൊണ്ടാവും നോക്കുന്നുണ്ടായിരുന്നു. സെയിനും നല്ല രീതിയിൽ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം ആലിസ് ആണെങ്കിൽ പുള്ളിക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇനി ജീവിച്ചിരിക്കാൻ സാധിക്കാൻ ഒരു അർഹതപ്പെട്ട ഒരാളല്ല, നിങ്ങളുടെ മകൾ മരണപ്പെട്ടെന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല കണക്കിനിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നോ. ആ ഒരു സമയത്താണെങ്കിൽ എയ്സിന് തീരെ വയ്യാതെ കേട്ടോ. കാരണം അവൻ്റെ ഒന്ന് ബ്ലഡോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ എയ്സിനെ എങ്ങനെ രക്ഷപ്പെടുത്താനുള്ള തോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ സെയിൻ ആണെങ്കിൽ കരഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. ആ ഒരു സമയം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എയ്സ് ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ അവളോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ അവിടെ ഒത്തുചേരുന്നുണ്ടായിരുന്നു. നമ്മുടെ ആലിസും അവിടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ആലിസിനെ കണ്ടപ്പോൾ നല്ല രീതിയിൽ സാമന്തിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ റേസിന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ റേസ് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള ക്രഷോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം കാഴ്ചയിൽ കറക്റ്റ് സാമന്തിൻ്റെ ആ ഒരു ഫേസ് കട്ടോ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആലിസിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ എയ്സിനെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, ക്രിട്ടിക്കലാണ്, വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. അപ്പോൾ ആലിസ് പറയുന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ സെയിന് പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയാണെങ്കിലും എയ്സിനെ രക്ഷപ്പെടുത്തിയേ മതിയാവും, സോ എൻ്റെ ബ്ലഡ് യൂസ് ചെയ്തിട്ട് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന വേണമെന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആദ്യം വിസമ്മതിച്ചെങ്കിലും അവൾ പറഞ്ഞിട്ട് അവളുടെ നിർബന്ധത്താൽ തന്നെ ഇവളുടെ ബ്ലഡ് യൂസ് ചെയ്തിട്ട് അവനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഇവളുടെ ബ്ലഡ് ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന, മറ്റേ സ്ഥലത്ത് ഇവൻ്റെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലഡും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു സമയത്ത് ഇവന് ബോധം കഴിയുമ്പോൾ അവൾ ബോധം കെട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണുന്ന മിസ്കാറ്റിനെയാണ്. മിസ്കാറ്റാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം വേറെ ഒന്നുമില്ല, ഇവിടെ ഓരോ സ്റ്റുഡൻസ് എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പോരാടിയാണ് മുന്നോട്ട് വന്നത്. സോ നമ്മൾ പഴയ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഓരോ പ്രവർത്തകർ ചെയ്തിട്ടുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ലിഖിതപ്പെട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റോറിയും കാര്യങ്ങളും ഇവർ ഒരുമിച്ച് നിന്ന് എല്ലാ രീതിയിലും പൊതിയതുകൊണ്ടാണ് ഇവർ എത്തിയത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് ഒരു നല്ല രീതിയിൽ തന്നെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രാജുവേഷൻ ആണ്. സോ എല്ലാവരും ഒരുമിച്ചാണ് ബ്ലഡ് ഗ്യാങ്
ഡെവിൽ ഗുഡ് വാരിയേഴ്സ് ഇങ്ങനെ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചാട്ടോ. ആ ഒരു സമയമാണ് ഗ്രാജുവേഷൻ ആണെങ്കിൽ നമ്മുടെ ആലിസ് വരുന്നുണ്ടായിരുന്നു. ആ ആലിസ് വരുന്ന സമയത്താണെങ്കിൽ റേസ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്ന് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നീ എന്താണ് എൻ്റെ കോൾ എടുക്കാത്തെന്നുള്ള രീതിയിലൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ റേസ് ആണെങ്കിൽ ആലിസിനെ കോൾ ചെയ്ത് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ശല്യമാണോ എന്നുള്ള രീതിയിലൊക്കെ റേസ് ചോദിക്കുമ്പോൾ ഒട്ടുമല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഫ്ലേർട്ടിങ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച റോക്സാനയും അതുപോലെ തന്നെ ഫ്രിക്സിയും കൂടെ നമ്മുടെ സെയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ, ഇനി എൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ആലിസ് വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവരുടെ ഒരു ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോരുത്തർ വന്നിട്ട് ഓരോ ഷോ ഓഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആണ് കേട്ടോ അത്. പിന്നീടാണെങ്കിൽ ടോപ്പ് 10 ആൾക്കാർ വന്നിട്ട് പ്രസംഗവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിന് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് എല്ലാ രീതിയിലും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്, നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരി നമ്മുടെ സ്നേഹമാണ്, പരസ്പരമുള്ള സ്നേഹവും കാര്യങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയതെന്ന് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ പ്രേമം എയ്സ് ആണെന്നുള്ള രീതിയിൽ അങ്ങനെ എയ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവൾ സംസാരവും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് പറയുന്നത് ടോപ്പ് 10 സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ എയ്സ് ആണ്. സോ എയ്സ് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, അവനും ഈ രീതിയിലുള്ള സംഭവം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഫസ്റ്റിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിസ്കാത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുള്ള നമ്മുടെ റേസ് ആണ്. സോ റേസും അതുപോലെ തന്നെ ഇങ്ങനെ പ്രസംഗവും കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചതിന് ശേഷം ഇവരുടെ ലൈഫിലേക്ക് നമ്മുടെ ആലിസിനെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആലിസ് ആണ് ഇവരുടെ പുതിയ ലവ് എന്നുള്ള രീതിയിൽ ആ രീതിയിലെ ടോക്കും കാര്യങ്ങളൊക്കെ പ്രസംഗത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ ഒരു സമയം അവിടെയാണെങ്കിൽ നമ്മുടെ എയ്സും അതുപോലെ തന്നെ റേസും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റേസ് ആണെങ്കിൽ നമ്മുടെ സെയിനോട് പറയുന്നുണ്ടായിരുന്നു, ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു എയ്സ് ഇതിനൊക്കെ പറ്റിയ ആളാണ് നമ്മുടെ സെയിൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ നമ്മുടെ എയ്സ് ആണെങ്കിൽ നമ്മുടെ സെയിനെ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി ഇവിടെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സെയിനും എയ്സും കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എയ്സ് കാറ് നിർത്തിയിട്ട് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ. എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ദേഷ്യം എന്നുള്ള രീതിയിൽ. എന്താണെന്ന് ചോദിക്കുമ്പോൾ നിനക്കൊരു ഫോണോ കാര്യങ്ങളോ ഉണ്ടായിട്ട് എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളുടെ പ്ലാനോ കാര്യങ്ങളോ ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു പിണക്കോ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. രക്ഷിക്കാൻ വേണ്ടിയിട്ട് സെയിന് ബ്ലഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏഞ്ചലിക്ക് ഇവനും കൂടെ കിസ് ചെയ്യുന്ന ആ ഒരു സീൻ അതും ടോപ്പിങ്ങിന് എടുത്തിടാൻ വരുമ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ സെയിന് അങ്ങനെ ആ രീതിയിൽ ഇവർ ചെറിയ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ എയ്സ് ആണെങ്കിൽ അവൾ അവോയ്ഡ് ചെയ്ത് നിന്ന ഓരോ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഇവർ ഈ ഒരു സമയം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരൊരു ഓക്കെ ആക്കി എല്ലാത്തിനും ഒരു റീസണോ കാര്യങ്ങളോ ഉണ്ടാവും, എല്ലാവരും പ്ലാനിൻ്റെ പുറകെ ആയിരുന്നല്ലോ. സോ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ ഇവർ പരസ്പരം സംസാരിച്ചിട്ട് കാറ് വിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ അല്ല, ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സെയിൻ ആണെങ്കിൽ സർപ്രൈസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കാലത്തിന് ശേഷം ഇത്തിരി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്, ഇത്രയും കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കാറും റോഡും എല്ലാം കാണുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എയ്സ് കെട്ടിപ്പിടിക്കുമ്പോൾ അവൾ ഐ ലവ് യു ടു എന്ന് പറഞ്ഞിട്ട് കിസ്സു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ എയ്സ് ആണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ബാക്കിലുള്ള ബൊക്കെ എടുക്കാൻ പോകുന്ന സമയത്താണ് ചെറിയൊരു ലെറ്റർ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്, ഇവിടുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ദുരനുഭവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഇതൊരിക്കലും തീർന്നെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് ഇവിടെ വെച്ചിട്ട് തീരുന്ന ഒരു അവസാനിക്കുന്ന ഒരു സംഭവം അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം, കാരണം ഇതൊന്നും ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നതല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഡ്രാമ തന്നെ അവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തൊരു കാര്യം വരാണെന്ന് കാണിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ സീസൺ അവസാനിക്കുന്നത്. സോ എന്തായാലും സീസൺ 2 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. ദിസ് ഈസ് അവൻ. സോ ബൈ.